ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കണ്ടുണരുവാൻ തക്കോണം വലിയവനായ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത മന്നയിലേക്ക് ഏവരെയും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ വിഷയം മരുഭൂമിയിൽ നിന്ന് ലോകത്തെ മാറ്റുന്നവരിലേക്ക്. ആധാരവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 6-ാം വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യേശുവിന്റെ ജനനത്തിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബെത്ലഹേമിൽ ഒരു സഭയുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ? എന്നാൽ ബൈബിളിൽ നാം അപ്പോസ്തല പ്രവൃത്തികൾ 7:38 വായിക്കുമ്പോൾ അവിടെ മോശെ പ്രവാചകൻ എന്ന് വിളിച്ച ഒരു വ്യക്തി ആരെന്ന് മനസ്സിലാക്കി സ്തേഫാനോസ് അവനെ യേശു എന്ന് തിരിച്ചറിഞ്ഞു. അതായത് സ്തേഫാനോസ് ന്യായവിസ്താര സഭയുടെ മുമ്പാകെ നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ളതായ അല്ലെങ്കിൽ തനിക്കുള്ള വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ അയാളുടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ എപ്രകാരമാണോ മോശേനെ ദൈവം അല്ലെങ്കിൽ സീനായി മലയിൽ വെച്ച് സംസാരിച്ചതായ ദൂതൻ അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്ന് സ്തേഫാനോസ് അവിടെ ന്യായവിസ്താര സഭയിൽ നിന്നതായ ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കത്തക്ക വിധം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവായ ദൈവത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് ഏകദേശം ബൈബിളിന്റെ തുടക്കം മുതൽ തന്നെ ദൈവത്തിന് ലോകത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായ ഒരു ജനത്തെ ദൈവം വാർത്തെടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്കറിയാം, മിസ്രൈം ദേശത്ത് അവർ അടിമകളായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം അടിമകളായി പോകുന്നതിന് മുമ്പ് അബ്രാഹാമിനെ നേരത്തെ അറിയപ്പെട്ടിരുന്നത് അബ്രാം എന്നായിരുന്നു. എന്നാൽ അബ്രാമിനോട് ദൈവം പറയുകയാണ്, നിന്റെ ജനത്തെ ഒക്കെയും വിട്ട് നീ മാറി യഹോവയെ സേവിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ജന്മസ്ഥലം വിട്ട് അവനോട് പോകുവാനായിട്ട് അവിടെ പറയുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ഊർ എന്ന ദേശം വിട്ടുകൊണ്ട് അദ്ദേഹം ദൈവം പറഞ്ഞതായ ആ മരുഭൂമിയിലുള്ള സഭയിലേക്ക് അല്ലെങ്കിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതുപോലെ നീ നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക, അവിടെ നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്നുള്ളതായ ആ വാഗ്ദത്വത്തിലേക്ക് ദൈവം അബ്രാമിനെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം അബ്രാം പുത്രനായി കഴിയുമ്പോഴാണ് അദ്ദേഹം ബഹുജാതികളുടെ പിതാവായിട്ടുള്ളതായ പേര് സ്വീകരിക്കുന്നത്. അതായത് ദൈവം അവനെ അബ്രഹാം എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തെ അനുഗമിക്കുന്നതായ അബ്രഹാം ജനങ്ങളുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് വിളിക്കപ്പെട്ടു. അതിനുശേഷം ഉള്ളതായ സംഭവവികാസങ്ങളൊക്കെയും നമ്മൾ വചനത്തിലൂടെ വായിച്ച് കേൾക്കുന്നു. അതിനുശേഷം ഏകദേശം ദൈവം പറഞ്ഞതുപോലെ തന്നെ അബ്രഹാമിന്റെ പിൻതലമുറക്കാരായി വരുന്നതായ മക്കളൊക്കെയും അവർ ദൈവത്തെ വിട്ടകന്നുകൊണ്ട് മിസ്രൈമിന്റെ അടിമത്തത്തിലേക്ക് മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കർത്താവായ ദൈവം വീണ്ടും അവിടെ ഒരു വീണ്ടെടുപ്പുകാരനായ മോശയിലൂടെ ആ ദൈവജനത്തെ വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ ദൈവം എപ്പോഴും തനിക്ക് വേണ്ടി ഒരു ജനത്തെ കാത്തു സൂക്ഷിച്ചിരുന്നത് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് വിളിക്കപ്പെട്ടവർ എന്ന് പറയുന്നതായ അർത്ഥം വരുന്ന എക്ലേഷ്യ എന്ന ഗ്രീക്ക് പദം വെച്ചാണ് സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മോശയിലൂടെ ദൈവം തൻ്റെ ജനത്തെ വിളിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെയും ആ ജനമൊക്കെയും എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, മരുഭൂമിയിൽ പണ്ടുള്ളതായ സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്നത് പോലുള്ളതായ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട് അടുക്കി വെച്ചതായ ഒരു സഭയായിരുന്നില്ല അന്ന് മരുഭൂമിയിലുണ്ടായിരുന്നതായ സഭ. അതായത് ദൈവജനം എവിടെ ദൈവത്തിന്റെ നാമത്തിൽ കൂടുന്നുവോ ആ സ്ഥലത്തെ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നതായ ആ അന്തരീക്ഷത്തെയാണ് ദൈവത്തിന്റെ സഭ എന്ന് വിളിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ 1-2 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറയുന്നതായ വാക്യത്തിലൂടെ ദൈവത്തെ വിളിക്കുന്നതായ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവത്തെ ജനങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ ദൈവജനം എവിടെ വെച്ചാണോ ദൈവത്തെ ആരാധിക്കുന്നത് അത് ദൈവത്തിന്റെ സഭയായിട്ട് അന്ന് കണക്കാക്കപ്പെട്ടു. അന്ന് മരുഭൂമിയിലൂടെ അവരുടേതായ പ്രയാണത്തിൽ നമുക്കറിയാം ദൈവത്തിൻ്റെതായ ശബദുകളിലൊക്കെയും അവർ ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊക്കെ സഭയായിട്ട് നമുക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതെ, ദൈവം എപ്പോഴും തനിക്ക് വേണ്ടിയിട്ട് ഒരു ജനത്തെ അല്ലെങ്കിൽ തൻ്റെ സന്ദേശങ്ങൾ വഹിക്കുന്നതായ ഒരു ജനത്തെ എപ്പോഴും കാത്തു സൂക്ഷിച്ചതായിട്ട് നമുക്ക് കാണാം. പണ്ട് കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം എന്നതായ ആ ജനത്തിലൂടെ യഹൂദ ജനത്തിലൂടെ കർത്താവായ ദൈവം തൻ്റെ പ്രവാചകന്മാരെയൊക്കെയും അവരിലൂടെ എഴുന്നേൽപ്പിച്ച് ഒരു പ്രത്യേക ജനമായി ഒരു വിഭാഗമായിട്ട്
അവരെ ദൈവത്തിന്റെ സഭയായിട്ട് കൊണ്ടു നടന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷം 28-19 വാക്യത്തിൽ പറയും പോലെ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നതായ വാക്യത്തിലൂടെ അന്നൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായിട്ട് എണ്ണുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം സ്തെഫാനോസ് കല്ലെറിയപ്പെട്ടതിന് ശേഷം ജനത്തിലേക്ക് അല്ലെങ്കിൽ സുവിശേഷം നാനാ ജാതികളിലേക്ക് പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് 28-19 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ അതേ വചനങ്ങൾ ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുകയും അപ്രകാരം ശിഷ്യന്മാര് അനേക വ്യക്തികളെ, അത് യഹൂദനെന്നില്ല, യവനെന്നില്ല, ശമര്യക്കാരെന്നില്ല, ആണെങ്കിൽ ജാതികളായിട്ട് ഉള്ളതായ എല്ലാ ജനങ്ങളിലേക്കും ദൈവത്തിന്റെ ജനം അവരെ അറിയിക്കുകയും അവർ ദൈവത്തിന്റെ ശിഷ്യന്മാരായിട്ട് കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ച് ദൈവസഭയോട് ചേർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ ദൈവത്തിനാണെങ്കിൽ ഒരു പ്രത്യേക ജനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് ദൈവത്തിന്റെ ജനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗമല്ല എങ്കിൽ പോലും ഏവരെയും ദൈവം തന്റെ നാമത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ഇഷ്ടം ചെയ്യുവാനായിട്ട് വിളിച്ചിരിക്കുന്നു. എങ്കിൽ പോലും ദൈവം ഈ കാലഘട്ടത്തിലും ഒരു പ്രത്യേക ജനത്തെ മാറ്റി വച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് കർത്താവായ ദൈവത്തിന്റെ യഥാർത്ഥ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതായ വ്യക്തികൾ. അതായത് 10 കൽപ്പനകളും അതുപോലെ 4ാം കൽപ്പനയായ ശബ്ദമൊക്കെയും അനുസരിച്ചുകൊണ്ട് ദൈവം ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു ജനത്തെ ദൈവം ഇപ്പോഴും ശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവരിൽ ഒരാളാണ് നമ്മളായിരിക്കുന്നതായ ഓരോരുത്തരും. അപ്പോൾ കർത്താവായ ദൈവത്തിന്റെ രാജ്യം തീർച്ചയായിട്ടും ഈ ലോകത്തിൽ സ്ഥാപിക്കുവാനായിട്ട് പോകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ഒരു സഭയായിട്ട് അല്ലെങ്കിൽ എപ്രകാരമാണ് ദൈവത്തിനായിട്ട് സമർപ്പിക്കുമ്പോഴാണ് കർത്താവായ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവായ ദൈവത്തിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനും അവരെയും ദൈവത്തിലേക്ക് ആകർഷിക്കുവാനും ദൈവത്തിന്റെ വചനങ്ങളെ മറ്റുള്ളവരിലേക്ക് അറിയിച്ചുകൊണ്ട് അവരെയും ദൈവത്തിന്റെ ഒരു നല്ല ശിഷ്യരായിട്ട് വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രഭാതത്തിൽ നമ്മൾ കേട്ടതായ ഈ വചനത്തിലായിട്ട് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നാമത്തിനായ സ്തോത്രം. വീണ്ടും നല്ലൊരു പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഉണരുവാൻ തക്കൊണ്ടും വലിയവരായ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിയങ്ങൾ എവിടെയായിരുന്നാലും ദൈവനാമോഹത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കൊണ്ട് ഇടവരുത്തുമാറാണമേ. അടിയങ്ങൾ കുറവുള്ളവരാണ് എങ്കിലും വലിയവനായ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസത്തോടുകൂടി നിൽക്കുവാൻ തക്കോണം, വീഴാതെ നിൽക്കുവാൻ തക്കോണം വലിയവനായ ദൈവം അടിയങ്ങളെ പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഒരിക്കൽ കൂടി നല്ല പ്രഭാതം കാണുവാൻ തക്കോണം അടിയങ്ങളെ ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെല്ലാം താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ചോദിച്ചുകൂറെങ്കിലും കൂടെ നമ്മൾ നിറയ്ക്കണം. എല്ലാം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലതായ ഒരു പ്രഭാതത്തെ നേർന്നുള്ളുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.